കെട്ടകാലത്തിന്റെ നോവുകളുടെ തടവറയിൽ നിന്നുമുള്ള മോചനത്തിന് സമയമിതാ ആഗതമായിരിക്കുകയാണ്. വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് പട്ടാഭിഷേകത്തിനുള്ള ആരൂഢ മുഹൂർത്തം ഇതാ എത്തിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഹൈദരാബാദ് എഫ് സിയുടെ കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് സമാനതകളില്ലാത്ത വിധം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ് സി. കഴിഞ്ഞ കുറെ കാലമായിട്ട് നിരവധി താരങ്ങളുടെ സാലറി പെൻഡിംഗ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മൂലം ഫിഫയുടെ ട്രാൻസ്ഫർ ബാൻ ഏറ്റ് അടച്ചുപൂട്ടലിന്റെ വക്കലായിരുന്ന ഹൈദരാബാദ് എഫ് സിയെ രക്ഷകനായി കൈപിടിച്ചുയർത്താൻ ജിൻഡാൽ ഗ്രൂപ്പാണ് വന്നത്. അങ്ങനെ ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ടാമത്തെ സംരംഭം ഹൈദരാബാദ് എഫ് സി ആയി മാറിയിരിക്കുകയാണ്. ഹൈദരാബാദിന്റെ മുഴുവൻ ഷെയറുകളും ഏറ്റെടുത്തുകൊണ്ട് ജിൻഡാൽ ഗ്രൂപ്പ് ഹൈദരാബാദിനെ കൈപിടിച്ചുയർത്തുമ്പോൾ അവരുടെ റിനോവേഷൻ പീരീഡിൽ പുനർനിർമ്മിതിയുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ സൈനിങ് ആയി വരാൻ പോകുന്നത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി താരമായിട്ടുള്ള ആയുഷ് അധികാരിയാണ്. ഒരു കാലത്ത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലെ ക്യാപ്റ്റൻ എന്നായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലെ ക്യാപ്റ്റനാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരുപാട് താരങ്ങളുണ്ട്. ആയുഷ് ക്യാപ്റ്റനാവുമെന്ന് പ്രതീക്ഷിച്ചു. ജീക്സൺ സിംഗ് ആയിരുന്നു എൻ്റെ മനസ്സിലെ ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ക്യാപ്റ്റൻ ഭാവിയിൽ. പക്ഷേ ജീക്സനെ വിട്ട് കളഞ്ഞു. അത് പോട്ടെ. അപ്പം ആയുഷ് അധികാരി എന്ന ജർമ്മൻ അധികാരി ജർമ്മനിയിൽ പോയി പരിശീലനം സൃഷ്ടിച്ച് വളരെയധികം അറ്റാക്കിംഗ് ഇൻറ്റന്റ് ഉള്ള ഒരു പോരാളിയുടെ മനസ്സുള്ള ആയുഷ് അധികാരിക്ക് ബ്ലാസ്റ്റേഴ്സിൽ അധികം തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈദരാബാദ് എഫ് സിയുടെ പുനർനിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യ സൈനിങ് ആയിട്ട് അവർ ആദ്യ ചവിട്ടുപതിയായിട്ട് സ്വന്തമാക്കുന്നത് ആയുഷ് അധികാരി എന്ന പഴയ ബ്ലാസ്റ്റേഴ്സ് താരത്തിനെയാണ്. അപ്പം ആയുഷ് അധികാരിയിലൂടെ ജിൻഡാൽ ഗ്രൂപ്പിന്റെ രണ്ടാം വിപ്ലവം ഇന്ത്യൻ ഫുട്ബോളിൽ തുടങ്ങുന്നത് ഹൈദരാബാദ് എഫ് സിയിൽ കൂടെ ആയിരിക്കും.